ഹായ്, ഗുഡ് മോർണിംഗ് എവരിവൺ. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ വലിയൊരു മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന വീരമായിട്ടുള്ളൊരു ഘടകമൊന്നും അവിടെ കാണുന്നില്ല. മാർക്കറ്റ് വളരെ ഫ്ലാറ്റായിട്ടാണ് നിൽക്കുന്നത്. ദെൻ ട്രംപിൻ്റെ താരിഫ്സ് അങ്ങനെ തന്നെ നമ്മുടെ മാർക്കറ്റിനെ രണ്ട് സൈഡിലേക്കും മൂവ് ചെയ്യിക്കുന്നുണ്ട്. ബട്ട് ഇതിങ്ങനെയാണ്, അതിലൊന്നും ചെയ്യാനില്ല. അപ്പോൾ മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 500 റേഞ്ചിൽ എത്തിയപ്പോൾ 500 to 600 റേഞ്ചാണ് നമ്മുടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അവിടെ നിന്നിട്ട് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് റീടെസ്റ്റ് ചെയ്യപ്പെടുന്ന ഏരിയയും അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 240 റേഞ്ചിലേക്കാണ് റീടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഓൾമോസ്റ്റ് 260 അത് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. 240 എന്നുള്ള ഒരു നമ്പറിലേക്കല്ല, കുറച്ചുകൂടെ മാറിയിട്ട്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് പോയാൽ മാർക്കറ്റ് പോയി നമ്മുടെ റെസിസ്റ്റൻസ് ഏരിയ ഹിറ്റ് ചെയ്തു. 500 റേഞ്ചിലേക്ക് ഹിറ്റ് ചെയ്തു. 600 പോയില്ല. പ്രീവിയസ് ഹൈ എന്ന് പറയുന്നത് 600 റേഞ്ചിലായിരുന്നു. എന്നാൽ അതിന് മുന്നേ എത്തിയപ്പോഴേക്കും അത് പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു. അപ്പോൾ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്ന് അതേ ഓൾമോസ്റ്റ് താഴെ എത്തിയതെന്ന് പറയുന്നത് 280 റേഞ്ചിലാണ് അത് വന്നിട്ടുള്ളത്. അപ്പോൾ 240 റേഞ്ചിലേക്ക് വരേണ്ടതാണ്. അപ്പോൾ ആക്ച്വലി ഇന്ന് മാർക്കറ്റ് ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്തേക്കാം, ചിലപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് 240 റേഞ്ചൊക്കെ ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഇനി അടുത്തൊരു മൊമെൻറ്റം കയറുക. ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ട്രംപ്. പുള്ളിക്കാരൻ്റെ ട്വീറ്റുകളാണ് ഇവിടെ മാർക്കറ്റിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് അനാലിസിസും അങ്ങനെ തന്നെ പറഞ്ഞു പോകാനാണ് എനിക്കും ഇമ്പോർട്ടൻസ്. ബിക്കോസ് ഈ ഒരു ഏരിയ ഉണ്ട്, ഇതൊരു 180 റേഞ്ചിലാണ്. ഇതിനെ നമുക്ക് തൽക്കാലം മാറ്റാം. ഓക്കെ, ഈ ഒരു റേഞ്ച് കാണുന്നുണ്ടോ? ഓക്കെ, ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ വെച്ചിട്ട് ഓക്കെ ഈ ഒരു ഏരിയ 200 to 240 സ്ഥിരം ഞാൻ പറയുന്നത് ഈ ഏരിയ തന്നെയാണ്. 200 to 240 റീടെസ്റ്റ് ചെയ്യാനുള്ള ഏരിയയും. ഇതിന് താഴേക്ക് പോയാൽ മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വന്നേക്കാം എന്നുള്ളത് കാരണം ഈ ഒരു ഏരിയ വന്നിട്ടായിരിക്കാം അടുത്തൊരു മൊമെൻറ്റത്തിനുള്ള സാധ്യത. ഓക്കെ, അപ്പോൾ നോക്കേണ്ട ഏരിയ 240 റേഞ്ചിലേക്ക് അടുത്തൊരു താഴേക്ക്, അതായത് 300 താഴേക്ക് വന്നു കഴിഞ്ഞാൽ 240 റേഞ്ചിലേക്ക് വരാനും, ഇല്ല തിരിച്ച് കയറുവാണെങ്കിൽ ആദ്യം നോക്കേണ്ടത് പറഞ്ഞാൽ ഇന്ന് ഈ ലാസ്റ്റ് ക്യാൻഡലിൻ്റെ ഓൾമോസ്റ്റ് ഹാഫ് എങ്കിലും 350 മേളിൽ ക്ലോസിങ് കിട്ടിയാൽ 400 to 440. ഓർമ്മയുണ്ടോ? 440 അടുത്ത ടാർഗറ്റ് പറയുന്നത്. 440 എന്ന് പറയുന്നത് പ്രീവിയസ് ഈ സ്വിങ്ങിൻ്റെ ഹൈ ആണ്. അപ്പോൾ ഈ സ്വിങ്ങിൻ്റെ ഹൈയിലേക്ക് ഒരു ട്രേഡ് ഉണ്ട്. 440 to 600 റേഞ്ചിലേക്ക് അടുത്തൊരു മൊമെൻറ്റം കിടപ്പുണ്ട് എന്നുള്ളതാണ്. സോ മാർക്കറ്റ് ഗുഡ് ആയി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ആ കൂടെ സപ്പോർട്ട് ചെയ്യുന്നത് GSTയുടെ ഡേറ്റാസാണ്. അപ്പോൾ GST ഡേറ്റാസ് മാർക്കറ്റിനെ മേളിലേക്ക് കൊണ്ടുപോയാൽ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാനിവിടെ ഹെവി വെയ്റ്റ് സ്റ്റോക്സ് ആണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഇൻഡെക്സിനായിരിക്കണം ഇട്ടിരിക്കുക. അപ്പോൾ ഏത് ഇൻഡെക്സ് ആണോ നിങ്ങൾക്ക് മൂവ് ചെയ്യുന്നതെന്ന് ഫീൽ ചെയ്യുക, ആ ഇൻഡെക്സിനെ ആയിരിക്കണം നിങ്ങൾ ഇൻട്രാഡേയിൽ ഫോക്കസ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ഇൻഡെക്സിൻ്റെ ചാർട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ മാർക്കറ്റിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യപ്പെടാതിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. മേളിലേക്ക് 350 മേളിൽ ക്ലോസിങ് 440 എന്നുള്ളൊരു ഏരിയ, അടുത്ത് 500 ഉണ്ട്. എന്നാലും അത് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 600 പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. സോ ഇതാണ് നിഫ്റ്റി 50യുടെ അനാലിസിസ് എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്ത് ക്രൂഡ് ഓയിലും 5550 ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതെ, 550. ഓക്കെ, അപ്പോൾ ക്രൂഡ് ഓയിൽ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ കൂടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു ട്രെൻഡ് എപ്പോഴെങ്കിലും ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നോക്കുക, ഈ ഒരു ഏരിയ ഇതിൻ്റെ ലോയും ഇതിൻ്റെ ഹൈയും ബ്രേക്ക് ചെയ്യാണ്ട് നല്ല മൊമെൻ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. സോ ഈ ഒരു ചാർട്ട് ഇതൊരു ട്രയാങ്കിളായിട്ട് വരച്ച് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് ഇത്രയെങ്കിലും വരച്ച് വയ്ക്കുക. ആ ട്രയാങ്കിളിനനുസരിച്ച് നിങ്ങളുടെ കാൽക്കുലേഷൻ നിങ്ങൾ സെറ്റ് ചെയ്യുക. സോ ഇത്രയേ ഉള്ളൂ ക്രൂഡ് ഓയിലിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡയറക്ഷൻ അനുസരിച്ചിട്ടുള്ള ട്രേഡ്സ് നിങ്ങൾക്ക് അവിടെ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത്
ഗ്രൂപ്പിനകത്ത് സുസ്ലോണിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഓക്കെ, സുസ്ലോൺ ഒരു ഡബിൾ ബോട്ടം എടുത്തുകൊണ്ട് അത് ബ്രേക്ക് ഔട്ടിൻ്റെ ഒരു റേഞ്ചിലാണ്. 60+ എന്ന് പറയുന്നത് നല്ലൊരു ഏരിയ ആണ്. ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുമുണ്ട്. ഇന്നത്തെ ക്യാൻഡിൽ ക്ലോസിങ് കൂടെ നിങ്ങൾക്ക് നോക്കിയിട്ട് സുസ്ലോണിനെ കുറിച്ച് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനാണ്. ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പോലെ വന്നേക്കാം. സോ ഇതൊരു ടോട്ടൽ കപ്പും ഇതൊരു ഹാൻഡിലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം. ട്രേഡ് ഈസ് ഗുഡ്. കുറച്ചുകൂടെ ഇന്നത്തെ ക്യാൻഡിൽ കൂടെ നോക്കിയിട്ട് അതിനും അത്യാവശ്യം വോളിയം ഉണ്ടെന്നുണ്ടെങ്കിൽ സുസ്ലോൺ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. ഇഫ് യു ആർ ഹോൾഡിങ് മീൻസ് ബെറ്റർ ഹോൾഡ്. അതിന് അത്യാവശ്യം നല്ല ടാർഗറ്റ് റേഞ്ച് കിടപ്പുണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ഇന്നത്തെ അനാലിസിസ് ഇത്രയേ ഉള്ളൂ. മാർക്കറ്റിൽ ഇപ്പോഴും സ്റ്റോക്സ് ബൈ ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് തന്നെയാണ്. ഓപ്ഷൻസ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് അല്ല. ബിക്കോസ് എല്ലാ ദിവസവും ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് മാർക്കറ്റ്, അതായത് ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡലിനകത്താണ് ഏറ്റവും നല്ല വോളറ്റൈലിറ്റി കിട്ടുന്നത്. സാധാരണ ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഒരു മണിക്കൂറിലാണ് വോളറ്റൈലിറ്റി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ലിറ്ററലി മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മാറിയിട്ടുണ്ട്. സോ അതിനകത്ത് ഓപ്ഷൻ ബയ്യറിന് അനുകൂലമായിട്ടല്ല ഇതുവരെ മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി ചിലപ്പോൾ മാറിയിരിക്കും. പക്ഷേ സ്വിംഗ് ട്രേഡറിന് അനുകൂലമായിട്ടുള്ള മാർക്കറ്റാണ്. സോ നല്ല സ്റ്റോക്സ് കാണുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക, കൃത്യമായിട്ടൊരു SL വയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഫുൾ ക്യാപിറ്റൽ ബൾക്കായിട്ട് ട്രംപിൻ്റെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നില്ല കംപ്ലീറ്റ് ക്യാപിറ്റലും മാർക്കറ്റിൽ ഇട്ടിരിക്കുന്ന അത്ര നല്ലൊരു ഡേറ്റയായിട്ട്. മാക്സിമം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫണ്ടിൻ്റെ 75% ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. സോ ഇറ്റ് ഡിപ്പെൻസ്. നിങ്ങളുടെ ക്യാപിറ്റലിനനുസരിച്ച് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റിനനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ അനാലിസിസ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിനകത്ത് ചോദിക്കുക. അതിനകത്ത് ഓൾറെഡി എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യുക. വരും ദിവസങ്ങളിൽ കൂടുതൽ സ്റ്റോക്സ് ഇന്നത്തെ ക്ലോസിങ്ങിനനുസരിച്ചിട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമോ ഇല്ലെങ്കിൽ നാളെയോ നല്ല പുതിയ സ്റ്റോക്സിൻ്റെ ലിസ്റ്റ് ഇടും. ഇന്ന് സാധാരണ ഇടും എന്നാണ് പറഞ്ഞത്. ഉച്ച വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മാർക്കറ്റ് സപ്പോർട്ടീവ് ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നോക്കുക എന്നുള്ളതാണ്. 800-820 പറഞ്ഞ് SBI നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയൊക്കെ അത്യാവശ്യം നല്ല മൂവ്മെൻറ്റ് തരുന്നുണ്ട്. കൊടാക്ക് 2000 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്സിസ് ബാങ്ക്, ICICI ബാങ്കൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. ICICI ബാങ്ക് അത്ര അനങ്ങിയിട്ടില്ല. HDFC ബാങ്കും ICICI ബാങ്ക് അത്ര ആയിട്ടില്ല. ബാക്കി ഈ പറഞ്ഞ ആക്സിസ് ബാങ്ക്, കൊടാക് ബാങ്ക്, SBI അനങ്ങി തുടങ്ങിയിട്ടുണ്ട്. സോ മാർക്കറ്റ് സപ്പോർട്ടീവ് ആകുന്നുണ്ടെങ്കിൽ നീക്കത് കൺസിഡർ ചെയ്യാന്നുള്ളതാണ്. സോ ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.